Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് നമ്മൾക്കിത് റാംഗ്ലറിൻ്റെ ഗ്രില്ലാണെന്ന് പറയാൻ പറ്റില്ല. ഇത് താറിൻ്റെ ഗ്രില്ലാണ്. താറിന് റാംഗ്ലർ ടൈപ്പ് ഗ്രില്ല്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് നോക്കണമെങ്കിൽ ഫൈബറാണിത്. അത് ഫൈബർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ഫിനിഷിങ് നമ്മൾക്ക് വേണ്ട ബ്ലർ ഫിനിഷിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾക്ക് വെൽ ഫിനിഷിങ്ങിലാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രില്ലാണ് റാംഗ്ലറിൻ്റെ. ഈ ഫിൻസിനൊക്കെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്, അത് നമ്മൾക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഓക്കെ, അപ്പോൾ അത് ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഗ്രില്ലാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് ഫിനിഷ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മാറ്റ് ബ്ലാക്ക് അടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് അവർ വെറുതെ ഗ്ലോസി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇതെല്ലാം റിമൂവ് ചെയ്ത് ഉറച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം പുട്ടിയൊക്കെ ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ബേസ് പെയിൻ്റ് അടിക്കും. അതിന് ശേഷം മാറ്റ് ക്ലിയർ അടിച്ച് മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഗ്രില്ല് ഇതേ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രില്ല് പെയിൻ്റ് അടിക്കാൻ കാരണം ഇത് കണ്ടോ, നിങ്ങളുടെ പഴയ ലുക്ക് ഇപ്പോൾ കാണിക്കുന്നത് ആ ഒരു ലുക്കായിരുന്നു. ആ ലുക്കിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ആ ഓറഞ്ച് പീലൊക്കെ മാറിയതേ ഇപ്പോൾ നോക്കിയേ വെൽ ഫിനിഷിങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സർഫസൊക്കെ നോക്കാം. ഇത് നമ്മൾ അടിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇത് പുട്ടിയിട്ട് ആദ്യം ഇത് കുറച്ച് ലെവലിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. കാരണം ഇതൊരു ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിറച്ചും ആ ഒരു വെൽ ഫിനിഷിങ് ആയിരുന്നു. നല്ല റഫ്നെസ് ആയിരുന്നു. അതേപോലെ തന്നെ ഓറഞ്ച് പീല് ശരിക്കും ഉണ്ടായിരുന്നു. ശരിക്കും ബ്ലറായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഉറച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്തു. പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ 1K പ്രൈമർ അടിച്ചു. 1K പ്രൈമർ അടിച്ച് ഉറച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് കളറാണ് അടിക്കണത് അതിൻ്റെ ബേസ് കോട്ട് അടിച്ചു. അതായത് ബ്ലാക്കാണ് നമ്മൾ അടിക്കുന്നത്, അതിൻ്റെ ബേസ് കോട്ട് അടിച്ചു. അതിന് ശേഷം പെയിൻറ്റ് അടിച്ചു. പിന്നെ നമുക്കൊരു മാറ്റ് ഫിനിഷിങ്ങാണ് വേണ്ടത്. അത് കാരണം നമ്മൾ മാറ്റ് ക്ലിയർ അടിച്ച് ഫൈനൽ ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങി ജസ്റ്റ് പെയിൻ്റ് അടിക്കുക സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇത് നമ്മൾക്ക് കിട്ടില്ല. ആ ഒരു എന്നിട്ട് പറയാ ആ ഒരു ഫിനിഷിങ് നമ്മൾ കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ഫിനിഷിങ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഈ ഒരു ലുക്കായിരുന്നു, അത് കഴിഞ്ഞത് ഈ ഒരു ലുക്കിലേക്ക് മാറിയപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ഇത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാനുള്ള വീഡിയോ ആണ്. കാരണം നമ്മളൊരു സാധനം ഇപ്പോൾ ഒരു സാധാരണ ആക്സറി ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റാണ് എല്ലാവരും ഫിറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇതൊരു അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് പുതിയ താറിന് വരുന്ന റാംഗ്ലർ ടൈപ്പ് ഗ്രില്ലാണ് കേട്ടോ. പഴയ താറിൻ്റെ അല്ല, പുതിയ താറിന് വന്ന റാംഗ്ലർ ടൈപ്പ് ഗ്രില്ലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.